നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. ഗുരുവര എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചാനൽ കൂടി ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ആചാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അധികമായി ഞാൻ എൻ്റെ ചാനൽ കൂടി പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം, നമ്മൾ വ്രതമെടുക്കുന്ന സമയങ്ങളല്ല, ആഹാരത്തിൽ ഉള്ളി, വെളുത്തുള്ളി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പലർക്കും അറിയാം, പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഈ പാലാഴി മദന സമയം, പാലാഴി കടഞ്ഞെടുക്കുന്നു, അതിൽ നിന്നും അമൃതാണ് കിട്ടുന്നത്. ഈ അമൃതിന് വേണ്ടിയിട്ടാണ് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞ് ഈ അമൃത കുംഭത്തെ പുറത്തെടുക്കുന്നത്. അപ്പോൾ അമൃത് വരുന്നതിന് മുമ്പ് ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള പല സംഭവങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ഇവർ ആഗ്രഹിച്ചത് അമൃതിന് വേണ്ടിയിട്ടാണ്. അമൃത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മരണം സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കടഞ്ഞെടുത്തിട്ട് അത് കഴിക്കണം. അപ്പം ദേവന്മാരെ കൊണ്ട് മാത്രം അമൃത് കടയാൻ സാധിക്കാത്തത് കൊണ്ട് അസുരന്മാർ കൂടി ഉൾപ്പെടുത്തുന്നു. അതായത് ഈ കിട്ടുന്നതിൻ്റെ പകുതി അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ട് അവരെ കൂടി ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് അവർക്കിങ്ങനെ കരാറ് വെച്ചിട്ട് അസുരന്മാരെ വിളിക്കുമ്പോൾ തന്നെ ദേവന്മാർക്ക് അറിയാം ഇത് അവരെ പറ്റിക്കണം, അവർക്ക് കൊടുത്താൽ പറ്റില്ല. കാര്യം ദേവന്മാർ ഒരിക്കലും ജീവൻ പോകാൻ പാടില്ല, മരിക്കാൻ പാടില്ല. അസുരന്മാർ മരിക്കേണ്ടവരാണ്. അതുകൊണ്ട് അവർക്കിത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചിരിക്കുക, അവരൊരിക്കലും മരിക്കില്ല. അതുകൊണ്ട് പക്ഷേ അവരുടെ സഹായം ഇല്ലാതെ ഇത് കടഞ്ഞെടുക്കാനും സാധിക്കില്ല. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് അമൃത് കടഞ്ഞെടുക്കുകയും അമൃത് വരുന്ന സമയത്തിന് മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ച് ഈ അമൃത് തട്ടിക്കൊണ്ട് പോവുകയും, അതായത് ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അസുരന്മാരെ പറഞ്ഞു പറ്റിച്ച് ഇത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ഈ ദേവന്മാർക്ക് മോഹിനി തന്നെ ഈ അമൃത് വിളമ്പി കൊടുക്കുന്ന സമയത്തിന് അസുരന്മാരിലുള്ള ഒരാൾക്ക് ഈ കള്ളക്കളി മനസ്സിലാക്കിയിട്ട് അയാൾ ദേവന്മാരുടെ രൂപം ധരിച്ച് ഈ സഭയ്ക്കുള്ളിലേക്ക്, അതായത് ഈ വിളമ്പുന്ന ഈ സ്ഥലത്തേക്ക് കയറി പറ്റുകയാണ്. അത് സിംഹ എന്ന് പറയുന്ന ഒരു അസുര സ്ത്രീയുടെ മകൻ, സ്വരഭാനു എന്നാണ് അങ്ങയുടെ പേര്. അപ്പോൾ ഈ സ്വരഭാനുവാണ് ദേവന്മാരുടെ രൂപം ധരിച്ചിട്ട് ഈ ദേവന്മാരുടെ ഇടയ്ക്ക് കയറി ഇരുന്നിട്ട് ഈ അമൃത് വാങ്ങിച്ച് അത് അമൃത് കയ്യിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അയാൾ കുടിക്കുന്നു. പക്ഷേ അത് വായിലേക്ക് ഒഴിക്കുന്ന സമയത്തിന് തന്നെ, അപ്പോൾ ഈ സമയത്തിന് എല്ലാ ദേവന്മാരും ചുറ്റിനും നിൽക്കുകയാണ്. അപ്പോൾ അതിൽ സൂര്യനും ചന്ദ്രനും, സൂര്യ ചന്ദ്രാദി ദേവന്മാർക്ക് മനസ്സിലാകുന്നു ഇത് സ്വരഭാനുവാണ്, ഇത് അസുരനാണ്, ദേവവേഷം ധരിച്ചാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാളത് കഴിച്ചു പോയാൽ അയാൾക്ക് പിന്നെ അമരത്വമാണ്, മരണമില്ല, പിന്നെ നാടിൻ്റെ നാശമാണ്. അതുകൊണ്ട് പെട്ടെന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് അവർ വിവരം ധരിപ്പിക്കുന്നു, ഇങ്ങനെ ആളുമാറി വന്നിരിക്കുന്ന, വേഷം മാറി ഇരിക്കുകയാണെന്ന് പറയുന്നു. വിഷ്ണു എന്ത് ചെയ്യുന്നു വെച്ചാൽ മഹാസുദർശന ചക്രം കൊണ്ട് ഇത് കുടിച്ച് ഇത് അതാണ് ഉള്ളിലേക്ക് കഴുത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സുദർശന ചക്രം വന്നിട്ട് ഇയാളെ രണ്ടായി മുറിക്കുകയാണ്. ശിരസ്സും ശരീരവും കബന്ധവും രണ്ടായി മാറ്റുന്നു. അതാണ് രാഹു കേതുക്കൾ എന്ന് പറയുന്ന രണ്ട് ഗ്രഹങ്ങളായിട്ട് മാറുന്നു. പക്ഷെ ഇത് മുറിക്കുന്ന സമയത്തിന് ഈ ഉള്ളിലേക്ക് തൊണ്ടയിലേക്ക് ഇറങ്ങി വന്ന ഈ അമൃതും അതുപോലെ തന്നെ അയാളുടെ രാക്ഷസ രക്തവും നേരെ ഭൂമിയിലേക്ക് പതിക്കുകയാണ്. ഈ അമൃതാണ് വെളുത്തുള്ളിയായും ഈ രാക്ഷസ രക്തമാണ് ചുവന്നുള്ളിയായിട്ടും ഭൂമിയിൽ നിന്നും കിളിച്ചു വന്നത്. അപ്പം അസുര ഗുണമുള്ളതാണ് ഈ ചുവന്നുള്ളി എന്ന് പറയുന്നത്. ഇയാളുടെ ഉള്ളിൽ നിന്ന് വന്നതുകൊണ്ട് വെളുത്തുള്ളിക്കും അസുര ഗുണമുണ്ട്. അതായത് നമ്മൾ ഈ വ്രതം എടുക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ സാത്വികമായ രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അസുര ഗുണങ്ങളൊന്നും നമ്മളിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ ഈ ഉള്ളി വെളുത്തുള്ളി കഴിക്കുമ്പോൾ നമുക്ക് അസുര സ്വഭാവം ഉണ്ടാകുകയും വ്രതത്തിൽ നിന്നും നമ്മൾ വ്യതിചലിക്കുകയും, അതായത് വ്രത ആചാരങ്ങൾ നമുക്ക് തെറ്റിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുകയും, അതായത് സത്യസന്ധമായി ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതായത് വെളുത്തുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി എന്ന് പറയുന്നത് അത് അസുരഗണത്തിൽപ്പെട്ടാണ്, അല്ലെങ്കിൽ അസുര ഗുണങ്ങൾ നമ്മളിലേക്ക് തരുന്നതാണ്. വ്രതമെടുക്കുന്ന സമയത്തിന് അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോഴോ വ്രതം എടുക്കുമ്പോഴോ ഒന്നും വെളുത്തുള്ളി അതുപോലെ ചുവന്നുള്ളി നമ്മൾ ആഹാര സാധനങ്ങളിൽ കൂടി നമ്മൾ ഉപയോഗിക്കരുത്. ഒരു വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സത്യം ഇതാണ്. ഇതൊരു സംഭവ കഥയാണ്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് പലതും അറിയില്ല.
എല്ലാവരും പറയുന്നു, നമ്മളും ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ആയിത്തീർന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് അത് നമുക്ക് പലർക്കും അറിയില്ല. അതിനെക്കുറിച്ചുള്ള അറിവുകൾ എനിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് മാറട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ എന്തെങ്കിലും നെഗറ്റീവിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഞാൻ നേരിട്ട് അവിടെ വന്നാലേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിൻ്റെ പൂർണ്ണമായി ഞാൻ മാറ്റിത്തരികയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നിരുന്ന് ജ്യോതിഷം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.